ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് അമിത വേഗത്തിലെത്തിയ കാർ ഇരുചക്ര വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാർ നിർത്താതെ പോയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗോകുൽനാഥ് തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽനാഥ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് ദൃക്സാക്ഷികൾ പറയുന്നത്? റിജിത്ത്, തിരുവനന്തപുരം വഴുതക്കാട് സംസ്ഥാന പോലീസ് ആസ്ഥാന മന്ദിരത്തിനും അതേപോലെ തന്നെ തിരുവനന്തപുരം ക്ലബിനും അടുത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമിത വേഗത്തിലെത്തിയ വോൾവോ കാർ പിന്നാലെ എത്തിയ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രദേശവാസികളടക്കം പറയുന്നത് വലിയ ശബ്ദമാണ് ഈ പ്രദേശത്ത് ഉണ്ടായതെന്നുള്ളതാണ്. തുടർന്ന് ആളുകളൊക്കെ എത്തി നോക്കുമ്പോഴേക്കും ഈ ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് വോൾവോ കാറിനുള്ളിലേക്ക് കയറി ഇരിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. 2 യുവാക്കളാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയാണ് കൊണ്ടുപോയത്. ഈ വോൾവോ കാർ നിർത്താതെ പോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം വോൾവോയുടെ ഒരു ചിഹ്നവും അതേപോലെ തന്നെ കുറച്ച് പാർട്സും ഒക്കെ ഇളകിക്കിടപ്പുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഈ വോൾവോ കാറിനുള്ളിലേക്ക് തിരികെ കയറി ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. വലിയ ശബ്ദമാണ് ഈ പ്രദേശത്ത് കേട്ടത്. തുടർന്ന് ആളുകൾ ഓടിക്കൂടുകയും ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടക്കം ആളുകൾ ഓടിക്കൂടി പ്രദേശം പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും 2 യുവാക്കളെ ഫയർഫോഴ്സ് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയെന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെ ഈ അപകടം ഉണ്ടാവുന്നേ? അപകടം ഉണ്ടായത് എങ്ങനെയാണെന്ന് ആരും കണ്ടില്ല. വണ്ടി നിർത്താതെ പോകുന്നത് കണ്ടു, മോളിൽ നിന്ന് നോക്കി. വലിയ ശബ്ദമായിരുന്നല്ലേ? ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബോംബ് പൊട്ടിയ സൗണ്ട് ഉണ്ട്. അത്ര ഇടിയുടെ ആഘാതം. സാരമായ പരിക്കുണ്ടോ? അവർ 2 പേർക്ക് കാല് പോയെന്നുള്ളതാണ് അറിയാം. ഫയർഫോഴ്സ് എത്തിയാണ് മാറ്റിയതല്ലേ? ഫയർഫോഴ്സിന്റെ വണ്ടി വന്നാണ് കൊണ്ടുപോയത്. ബൈക്ക് കണ്ടോ? അപകടത്തിൽപ്പെട്ട ബൈക്ക് ഇവിടെ ഇല്ല. ബൈക്ക് കണ്ടില്ല. ആ കാറിന്റെ കൂടെ പോയി. കാർ കൊണ്ടുപോയി, ബൈക്ക് കൊണ്ടുപോയി. അറിയിച്ചതിൽ വലിയ അപകടമാണ് നടന്നത്. എന്തായാലും സമീപവാസികളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ട്രിവാൻഡ്രം ക്ലബിന് മുൻവശത്താണ് അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് പിന്നാലെ എത്തിയ മുൻപിൽ പോയ ബൈക്കിനെ അമിത വേഗത്തിലെത്തിയ വോൾവോ കാർ ഇടിച്ച് തെറിപ്പിക്കുകയും തുടർന്ന് യുവാക്കൾ തെറിച്ചു വീഴുകയും ബൈക്ക് ഈ കാറിനുള്ളിലേക്ക് തിരികെ കയറിയിരിക്കുന്ന സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത്. അത്രത്തോളം വേഗതയിലാണ് ഈ വോൾവോ കാർ എത്തിയതെന്നുള്ളതാണ്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് അടക്കം എത്തിയിട്ടാണ് ഈ പ്രദേശം സ്ഥിതിഗതി ശാന്തമാക്കുകയും തുടർന്ന് കുറേയേറെ കാര്യങ്ങൾ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ശ്രമം കൂടി നടക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്? സാധാരണ നിലയിലാണെങ്കിൽ CCTV-കൾ പരിശോധിക്കുക എന്ന നടപടിയിലേക്കൊക്കെ പോലീസ് ഇതിനോടകം കടന്നിട്ടുണ്ടോ ഗോകുൽ? നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഈ പ്രദേശം ഇപ്പോൾ വരുന്നത് മ്യൂസിയം പോലീസിന്റെ അണ്ടറിലാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ അത്തരത്തിലൊരു വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട പരാതി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വാഹനം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇടിയുടെ ആഘാതം അത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഒരു ബൈക്ക് കൂടി അവിടെ മാറിയിരിപ്പുണ്ട്. ആ ബൈക്കും ഇത്തരത്തിൽ ഇടിയെ തുടർന്ന് മറ്റൊരു ബൈക്ക് കൂടെ തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ യുവാക്കൾക്ക് സാരമായ പരിക്കില്ല. പക്ഷേ മറ്റൊരു ബൈക്ക്, ആ ബൈക്കിനെയാണ് ഈ വോൾവോ കാർ അമിത വേഗത്തിലെത്തി ഇടിച്ചു തെറിപ്പിച്ചത്. ഈ ബൈക്കും ആ വാഹനത്തിനുള്ളിൽ തന്നെ ആയിപ്പോയി, വോൾവോ കാറിനുള്ളിൽ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രദേശവാസികളടക്കം ഈ പ്രദേശത്ത് നോക്കി, പക്ഷേ ബൈക്ക് ഈ പോയ ഭാഗത്തെങ്ങും നിലവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വോൾവോ കാറിനുള്ളിലേക്ക് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തിരികെയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കാർ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായത്. പോലീസ് ഇപ്പോൾ നിലവിൽ CCTV-കൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വരികയാണ്. ഈ പ്രദേശത്തെ CCTV-കൾ നമ്മളും തേടുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ CCTV ദൃശ്യങ്ങൾ എത്തിക്കാനാകും എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ പ്രദേശത്തെ ഒരു സ്ഥിതിഗതി പരിശോധിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം ക്ലബിനും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിനും ഇടയിലാണ് ഈ അപകടമുണ്ടായത്. ആ പ്രദേശത്ത് അത്രത്തോളം സെക്യൂരിറ്റി സോൺ, അതുകൊണ്ട് തന്നെ CCTV-കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് നിലവിൽ. എന്തായാലും പോലീസ് CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ഇടിയുടെ സമയത്ത് വോൾവോ കാറിന്റെ നമ്പർ പ്ലേറ്റ് തെറിച്ചു വീണതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ദൃക്സാക്ഷികൾ പറയുന്നത് ആരോ വന്ന് ഈ നമ്പർ പ്ലേറ്റ് അടക്കം മാറ്റി എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുതരമായ വലിയ പിഴവിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഒരു വ്യക്തത വരണം. ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, മദ്യപിച്ചെത്തി അശ്രദ്ധമായി വാഹനം ഓടിച്ച് ഉണ്ടായ ഒരു അപകടമാണോ എന്നതിലൊക്കെ വ്യക്തത ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടേക്കൊരു പോലീസ് വാഹനം എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് പോലീസ് സംഘം എത്തി കൂടുതലായി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ടോ ഗോകുൽ?
സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റോ മറ്റോ കിട്ടുമോ എന്നൊക്കെ പോലീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ അടുത്തുള്ള ഒരു 2 പേർ വന്ന് ഈ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ നിലവിൽ മാറ്റി എന്നുള്ള കാര്യം പ്രദേശവാസികളടക്കം പറയുന്നുണ്ട്. മാത്രമല്ല ഈ വോൾവോ കാറിന്റെ ഉടമയെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിലവിൽ ചില ദൃക്സാക്ഷികൾ നമ്മൾ എത്തിയ സമയത്ത് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് ഈ പ്രദേശത്തെ CCTV-കൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ നടത്തി വരുന്നത്. എന്തായാലും കൺട്രോൾമെന്റ് പോലീസും മ്യൂസിയം പോലീസും നിലവിൽ ഈ സ്ഥിതിഗതികളൊക്കെ പരിശോധിച്ച് വരികയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അത്രത്തോളം വലിയ അപകടമാണ്. കാരണം വോൾവോ വാഹനത്തെ സംബന്ധിച്ച് അത്രത്തോളം സെക്യൂരിറ്റി ഫീച്ചറുകൾ ഉള്ള വാഹനമാണ്. ആ വാഹനത്തിനാണ് ഇപ്പോൾ നിലവിൽ അത്തരം സ്പെയർ പാർട്സുകൾ മൊത്തത്തിൽ ഇളകി വീഴുന്ന ഒരു സ്ഥിതിവിശേഷവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതായത് ഇടിയുടെ ആഘാതം വലിയ ആഘാതമായിരുന്നു. വലിയ ശബ്ദം, സ്ഫോടനാത്മകമായ വലിയ അപകടമാണ് ഉണ്ടായത്. ഈ യുവാക്കളുടെ കാര്യത്തിൽ അവരെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അവരുടെ ആരോഗ്യനില